പഞ്ചാബിലെ സിർഹിന്ദിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിന് തീപിടിച്ചു. അമൃത്സറിൽ നിന്ന് സഹർസയിലേക്കുള്ള ഗരീബ് രഥ് എക്സ്പ്രസിനാണ് തീപിടിച്ചത്. ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസമാണ്. വേഗത്തിൽ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അർജുൻ പീതാംബരനോട് വിവരങ്ങൾ. അർജുൻ, ഇത് എപ്പോഴാണ് തീപിടുത്തം പെട്ടെന്ന് മനസ്സിലായത്? ആളുകളൊക്കെ എങ്ങനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു? ആർക്കും പരിക്കില്ലാതെ ഇത് എങ്ങനെ മാനേജ് ചെയ്തു? ദിനേശ്, ഇന്ന് രാവിലെ അമൃത്സറിൽ നിന്ന് പുറപ്പെട്ട് സഹസ്രയിലേക്ക് പോകുന്ന ട്രെയിൻ രാവിലെ 7:30 ഈ സിർഹിന്ദ് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് എത്തിയത്. അതിനിടയിലാണ് ഒരു കോച്ചിൽ നിന്ന്, അതായത് AC കോച്ചുകളിൽ ഒന്നിൽ നിന്നും പുക ഉയരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് പിന്നാലെ ആ കോച്ചിലുണ്ടായിരുന്ന യാത്രക്കാരെയും തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റു കോച്ചുകളിലെയും യാത്രക്കാരെയും മറ്റിടങ്ങളിലേക്ക്, ഈ ട്രെയിനിൽ തന്നെ മറ്റിടങ്ങളിലേക്ക് ഒഴിപ്പിച്ചു. അതുപോലെ തന്നെ ട്രെയിൻ നിർത്തി, ചെയിൻ വലിച്ച് നിർത്തി താഴേക്കും ഒഴിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഈ പുക ഉയർന്നതിന് പിന്നാലെ തന്നെ വലിയൊരു അഗ്നിബാധ തന്നെയാണ് ഉണ്ടായത്. പിന്നീട് ഈ തീ മറ്റ് കോച്ചുകളിലേക്കും തൊട്ടടുത്തുണ്ടായിരുന്ന 2 കോച്ചുകളിലേക്ക് കൂടി പടർന്ന് ആകെ 3 കോച്ചുകൾ പൂർണ്ണമായിട്ടും കത്തിപ്പോയി എന്നുള്ള കാര്യമാണ് നിലവിൽ റെയിൽവേ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അപകടമുണ്ടാകുന്നത് അത് അംബാല സിറ്റിയിലേക്ക്, അതായത് ഹരിയാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് അംബാല, അവിടേക്ക് എത്തുന്നതിന് ഒരു 1/2 കിലോമീറ്റർ മുൻപാണ് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ യാത്രക്കാർ ചെയിൻ വിളിച്ച് ട്രെയിൻ നിർത്തി, അധികൃതരെത്തി യാത്രക്കാരെ എല്ലാം ഈ പുകയുയർന്ന കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരെ മറ്റിടങ്ങളിലേക്ക് ഒഴിപ്പിക്കാൻ ഏറ്റവും പെട്ടെന്ന് സാധിച്ചതാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് തീ ഉയർന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരിച്ച വിവരമില്ല. അതിപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെ റെയിൽവേ മന്ത്രാലയ അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. പക്ഷേ ഈ 3 കോച്ചുകൾ മാറ്റി അതിൻ്റെ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആർക്കും പരിക്കില്ല. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ശരിയാണ് അർജുൻ, കാരണം തീപിടുത്തം ഇതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. വലിയ തോതിൽ തീ ആളി പടരുകയുണ്ടായി. പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും ഈ വാഹനം ചെയിൻ വലിച്ച് നിർത്തുകയും ആളുകളെ മറ്റ് കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഞൊടിയിട കൊണ്ട് തന്നെ മാറ്റാനൊക്കെ കഴിഞ്ഞാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു തീപിടുത്തമുണ്ടായാൽ നമുക്കറിയാം എത്ര വലിയ ആൾനാശത്തിലേക്കും അല്ലെങ്കിൽ പരിക്കിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അതെല്ലാം ഒഴിവായി എന്നത് വലിയ ആശ്വാസമാണ്.